Hello and welcome to Sarah's Herbs and Spices. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രാഗൺ ചിക്കൻ ആണ്. ഇതൊരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ചിക്കൻ. ഇപ്പോൾ നിങ്ങൾ വണ്ടർ ചെയ്യും വൈ ഇസ് ഇറ്റ് കോൾഡ് ഡ്രാഗൺ ചിക്കൻ അല്ലേ? ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുന്നത് മെയിൻലി ആസ് യു നോ ഡ്രാഗൺസ് ദേ സ്പിറ്റ് ഫയർ. സപ്പോസ് ടു ബി എ ഫയറി റെഡ് ഹോട്ട് ഡിഷ്. പക്ഷേ നമ്മൾ അത്രയും വലിയ സ്പൈസി ആക്കുന്നില്ല. എങ്കിലും ഇത് കുറച്ച് സ്പൈസിയാണ് ബിക്കോസ് നമ്മൾ റെഡ് ചില്ലിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ സ്ട്രിപ്സ് ഇറ്റ് റിസംബിൾസ് ദ സ്കെയിൽസ് ഓഫ് ദ ഡ്രാഗൺ ഓർ ദ ഡ്രാഗൺ ഇറ്റ് സെൽഫ്. ഇതൊക്കെ കൊണ്ടാണ് ഡ്രാഗൺ ചിക്കൻ എന്ന് പേര് വന്നിരിക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 1/2 kg ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ തിൻ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലൈറ്റായിട്ട് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം ജസ്റ്റ് വിത്ത് സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, കുറച്ച് ഉപ്പിടാം. വിനാഗിരി ഒരു 2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പെപ്പറും യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പെട്ടെന്നൊരു ബാറ്റർ തയ്യാറാക്കാം ഇത് വറക്കാൻ വേണ്ടിയുള്ളത്. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ലെറ്റ്സ് കീപ്പ് ഇറ്റ് അസൈഡ്. ഈ ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺസ് മൈദ എടുത്തിട്ടുണ്ട്, ഓൾ പർപ്പസ് ഫ്ലവർ. അതൊരു ബൗളിലേക്ക് ഇടാം. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു 1/2 മുതൽ 3/4 ടീസ്പൂൺ ഉണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പെപ്പർ യൂസ് ചെയ്യാം. ലാസ്റ്റ്ലി ഒരു മുട്ട കൂടിയുണ്ട്, അതോടെ ഇട്ട് കൊടുത്ത് നമുക്കൊരു ബാറ്ററായിട്ട് എടുക്കാം. നമുക്കിത് മിക്സ് ചെയ്ത് ഒരു ഫെയർലി തിക്ക് ബാറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്കൊരു ഹോമോജീനസ് മിക്സറായിട്ട് ഇതെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത് തുടങ്ങാം. നമുക്കൊരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ടച്ച് ചെയ്താൽ മതി. അതുവരെ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മീഡിയം ഫയറിലാണ് ഇപ്പോൾ ഇത് വറുത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഡ്രാഗൺസൊക്കെ ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നത് കോരാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിത് വെക്കാം. എണ്ണയൊക്കെ ഒന്ന് വലിയട്ടെ.
ഫസ്റ്റ് ബാച്ച് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തത് കൂടി വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ പീസസ്, അതായത് ചിക്കൻ ഡ്രാഗൺസ് എല്ലാം ഇപ്പം ഗോൾഡൻ ബ്രൗണായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കി തുടങ്ങാം. ഡ്രാഗൺ ചിക്കൻ്റെ സോസ് ഉണ്ടാക്കാനായി ഞാനൊരു സ്റ്റീൽ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായാലുടനെ നേരത്തെ ചിക്കൻ വറുത്ത എണ്ണ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നല്ലവണ്ണം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് ഗാർലിക് ഒരു 3 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറകെ 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയൻസ്, അതിൻ്റെ അണിയൻ പാർട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും സ്പ്രിംഗ് അണിയനും വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു 3-4 വറ്റൽ മുളക് അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. ഇത് വലിയ സവാളയാണെങ്കിൽ 1/2 സവാള മതി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 1 ഹോൾ സവാള നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ക്യാപ്സിക്കം കൂടി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. ഇത് ലെങ്ത് വൈസാണ് എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അധികം വെന്ത് പോണ്ട, ലൈറ്റായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുന്നിടം വരെ, അണിയൻസ് ട്രാൻസ്ലൂസൻ്റ് ആകുന്നിടം വരെ വഴറ്റിയാൽ മതി. വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് റെഡ് ചില്ലി സോസാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ ഡാർക്ക് സോയ് സോസ്, ലൈറ്റല്ല ഡാർക്ക് സോയ് സോസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സോസസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹണി ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. പിന്നെ സോൾട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സോസ് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. ഈ സോസിൽ നമ്മൾ കോൺഫ്ലവർ സ്ലറി ഒന്നും യൂസ് ചെയ്യുന്നില്ല. ചെറുതായിട്ടൊന്ന് കുറുകി കഴിഞ്ഞാൽ ഉടനെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കണം ഈ സോസിൽ. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഉടനെ നമുക്കൊരു 10-15 കാഷ്യൂ നട്ട്സ് നേരത്തെ വറുത്ത് വെച്ചത് അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് സോസിൽ കോട്ട് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പും പുളിയും മധുരവും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ ഇവിടെ ടേസ്റ്റി ടാങ്കി ആൻഡ് സ്പൈസി ഡ്രാഗൺ ചിക്കൻ റെഡി ആയിരിക്കുന്നു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുതേ. ഇത് ഫ്രൈഡ് റൈസിൻ്റെയോ നൂഡിൽസിൻ്റെയോ ഒക്കെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഡ്രാഗൺ ചിക്കൻ. നമുക്കിപ്പോൾ ഒരു പ്ലാറ്ററിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഈ ഡ്രാഗൺ ചിക്കൻ ഒരു സ്റ്റാർട്ടർ ഐറ്റമായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗാർണിഷിനായി നമുക്ക് സ്പ്രിംഗ് അണിയൻ സ്റ്റോക്ക് കട്ട് ചെയ്തത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വെളുത്ത എള്ളും നമുക്ക് ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? അഭിപ്രായം പറയാൻ മടിക്കരുതേ. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു എവറിവൺ ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്.
ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി റെസ്റ്റോറൻറ്റ്സിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അറിയാനായി ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്.